ഉത്സവം ഏറ്റവും പ്രശസ്തമാണ്. കാരണം ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം തൃശ്ശൂരിലാണ്. തൃശ്ശൂർ പൂരം കണ്ടുവരുന്ന, പ്രത്യേകിച്ച് കുട്ടനെല്ലൂർ, നെതിലക്കാവ് എന്ന് വേണ്ട അവിടെ പൂരങ്ങളുടെ എല്ലാ പൂരങ്ങളും ഛേദിച്ച് വരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ പൂരവും കൂടുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പാണ്ഡിമേളമാണെങ്കിലും പഞ്ചാരിമേളമാണെങ്കിലും പ്രത്യേകിച്ച് പഞ്ചവാദ്യമാണെങ്കിലും ഏത് മേളവും അതിനോടൊപ്പം നിൽക്കുന്ന മേളമാണ് ഈ പള്ളുരുത്തിയിലെ ഓരോ മണൽത്തരികൾക്കും പ്രകമ്പനം കൊള്ളുന്ന ഒരു പൂരമായിട്ട് തന്നെ വർഷങ്ങളായിട്ട്. ഇപ്പം ഞാനിപ്പം ഈ പഠനശേഷം ഇവിടെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 10-15-18 വർഷമായിട്ട് പള്ളുരുത്തിയുടെ മണ്ണിലാണ്. അതൊരു വലിയ ആവേശമാണ്. വർണ്ണങ്ങൾ കൊണ്ടുള്ള എനിക്ക് തോന്നുന്നത് പൂരത്തിനൊപ്പം നിൽക്കാൻ ഒരു കുടമാറ്റം കൂടി ഉണ്ടായെങ്കിൽ ഇത് ശരിക്കും തൃശ്ശൂർ പൂരമായി തന്നെ മാറും. ഉറക്കമില്ലാത്ത മനുഷ്യരെ നമുക്ക് ഒരു ദിവസം ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് തന്നെ വളരെ കാരണം വർണ്ണങ്ങളുടെ ഒരു സമ്മേളനമാണല്ലോ പൂരം എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇത് നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രത്യേകതയാണ്. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ പൂരനഗരിയിൽ, പ്രത്യേകിച്ച് ഉത്സവ നഗരികളിലൊക്കെ കാര്യങ്ങൾ ഇപ്പൊ കുറഞ്ഞു പോകുന്ന ഒരു കാലം. നമ്മൾ ഇപ്പൊ ക്ഷേത്രകലയായിട്ടുള്ള ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ചാക്യാർകൂത്താണ്. ചാക്യാർകൂത്തിനെ നമുക്കറിയാമല്ലോ, അന്യം നിന്ന് പോകുന്ന ഒരു കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങൾ കൂടുതൽ തന്മയത്വത്തോടു കൂടി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യം ചിലപ്പോൾ നാടകങ്ങളോ അങ്ങനെയുള്ള, പിന്നെ ഈ ക്ഷേത്രത്തിൽ സമയത്തിൻ്റെ ഒരു കൃത്യത പോലീസിൽ നിന്നുള്ളത് കൊണ്ട് അങ്ങനെ കുറച്ച് കലാകാരന്മാർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. നല്ല പ്രോഗ്രാമുകൾ കുറച്ചുകൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അത് ഈ സമയക്രമത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും വരുന്ന ആളുകളിൽ കൂടുതൽ ആസ്വാദകർക്ക് വേണ്ടിയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള കലകളും അതുപോലെ തന്നെ എല്ലാ വർണ്ണങ്ങളും ഈ സമയങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പൂരത്തിന്റെ ഒരു ആശംസകൾ നമ്മളുടെ മെട്രോ 7-ന്റെയും അതുപോലെ തന്നെ KCB-യുടെയും ആളുകൾക്ക് ആശംസകൾക്ക് ഉൾപ്പം തന്നെ നമ്മളൊരു കൊട്ട നിറയെ പൂക്കൾ വർഷിക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തയ്യാറെടുക്കുക തന്നെയാണല്ലോ ഏറ്റവും വലിയത്. നമുക്കൊരു ദിവസമല്ല, 10-15 ദിവസം നമ്മുടെ മനസ്സിലേക്ക് ആനന്ദത്തെ എത്തിക്കുക, അത് കാഴ്ചക്കാരിലേക്ക് എത്തിക്കുക, വീട്ടിലിരിക്കുന്നവർക്ക് കാണാനൊരു അവസരം ഉണ്ടാക്കുക. അത് വലിയൊരു ഉത്തമമായ ഒരു കാര്യമാണ്. നന്ദി, നമസ്കാരം. നല്ല അഭിപ്രായം. അടിപൊളിയാണ് ഈ പ്രാവശ്യം ഉത്സവം. ആനയാണ് അടിപൊളി. ആനയാണ് നമ്മുടെ ആരാധകൻ. ആനയൊക്കെ അടിപൊളിയാണ്. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,